അപ്പോ കഥ അങ്ങനെയാണ് കേട്ടോ. ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെയാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോ ഇവിടെ എന്ത് നടക്കും? അതിനാ ചെക്കൻ വിചാരിക്കണം. എന്നിട്ട് ആ ശാലിനി ഒന്നുകൂടെ അങ്ങ് കെട്ടണം. അതിനാ ചെക്കൻ വിചാരിക്കോ? അവൻ അമ്മ പേടിയല്ലേ? ഈ ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാങ്കി ഈ ചെക്കന് ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. നീ കണ്ടോ ഇനി ആ കളി. അമ്മ കണ്ടില്ലേ? നല്ല വ്യക്തമായിട്ട് കണ്ടല്ലോ. ഇനി എന്ത് തെളിവ് അമ്മയ്ക്ക് വേണ്ടേ? കാർത്തിക് എങ്ങനെ എന്റെ അടുത്തെത്തിന്ന് നല്ല സ്പഷ്ടമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ ചെക്കന് ചൂടുപിടിച്ച് വരുന്നുണ്ട്. ചെയ്തതും ചെയ്യിപ്പിച്ചതെല്ലാം നമുക്കിവിടെ മറക്കാം. ശാലിനി ഒത്തുള്ള ജീവിതം, അത് മാത്രമേ ഞാനിപ്പോ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനിയിപ്പൊ അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനത് സഹിച്ചു. അമ്മ ഇനിയെങ്കിലും ഞങ്ങളൊന്ന് ഒന്നിച്ചു കഴിയാൻ അമ്മയൊന്ന് അനുവദിക്കേ. ഈ താലി ഞാൻ കെട്ടേണ്ടത് എന്റെ ശാലിനിയുടെ കഴുത്തില. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവൾ ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഇവൾ ഉത്തരം പറയുന്നില്ല. എന്റെ ചോദ്യത്തിന് എന്ന് ഉത്തരം കിട്ടുന്നോ അന്ന് എനിക്ക് ശാലിനി അംഗീകരിക്കാൻ പറ്റൂ. വിഷ്ണു, എടാ ഭാം എന്നും പറയട്ടെ. ദേ മുഹൂർത്തം കഴിയാറായി. നിന്റെ ജീവിതത്തിലെ ജീവിതകാലം മുഴുവൻ കല്യാണ മുഹൂർത്തം കുറിച്ച് നടക്കാനാവില്ലേ അച്ഛന്? ദേ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിപ്പോൾ ചെയ്യണം. ഡാ ശാലിനിയുടെ കഴുത്തിൽ ആ താലി നീ ഒന്നുകൂടെ കെട്ടണം. വിഷ്ണു, എന്റെ സമ്മതത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കില്ല. സത്യഭാമയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഒരു പ്രവൃത്തിയും. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് സത്യാമ്മേ? ചടങ്ങ് നടത്തിയിട്ടേ നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്നു നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തോ. ഇനി ഇവിടെ ഒരു ചടങ്ങും ഇല്ല. ഇത് ഞാൻ തീരുമാനിച്ച കല്യാണമാ. ഇത് നടക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. വന്നവർക്കെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോകാം. മോനെ ശാലിനെ പിടിച്ച് അടുത്തോട് നിർത്ത്. ആ നിർത്ത്. ശാലിനി വാ. തിരുമേനി, നിങ്ങൾക്ക് ഞാൻ തരും മറ്റുള്ളവർ തരുന്നതിനേക്കാൾ കൂടുതൽ ദക്ഷിണ. ആ താലി എടുത്ത് അവന്റെ കൈ കൊടു. ഇനി പൂജകളൊക്കെ അതിന്റെ മുറപോലെ നടക്കട്ടെ. കെട്ടടാ മോനെ. വിഷ്ണു, എന്നെ ധിക്കരിക്കാനാ നിന്റെ പുറപ്പാടല്ലേ? അല്ല, എന്റെ ശാലിനിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ. ഇത് കഴിഞ്ഞുള്ള വരുംവരായികളെല്ലാം ഒരിക്കൽ നീ അനുഭവിച്ചതാ. ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് എനിക്കിപ്പോ ഇത് ചെയ്തേ പറ്റൂ അമ്മേ. അതുകൊണ്ട് അമ്മ എന്നോട് അങ്ങ് ക്ഷമിക്കുക.
വിഷ്ണു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുട്ട് വെളുക്കുന്ന കേട്ടടാ, പിന്നെ ദുർവാസാവിന്റെ കൊച്ചുമോളൊന്നും അല്ലല്ലോ ശപിച്ച് കല്യാണം മുടക്കി കളയാൻ. കഷ്ടം. കേട്ടോ അങ്ങോട്ട് തിരുമേനി പൂജ നടക്കട്ടെ. ശാലിനി വാ. Stop it! താലിയേട്ടാ വരട്ടെ. ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ വിഷ്ണുവിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാ. കൊലപാതകം? അതെ, ആസൂത്രിതമായൊരു മർഡർ. അത് ചെയ്യിച്ചത് നീയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ആരെ കൊന്നെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അത് ആരെയാണെന്ന് അറിഞ്ഞാലേ നീ ഇവിടുന്ന് അനങ്ങത്തുള്ളൂ, അല്ലടാ? മിസ്റ്റർ ACP, മേഡം, ആരെയാണ് കൊന്നതെന്ന് അറിയാനുള്ള അവകാശം പ്രതിയാക്കപ്പെടുന്ന ആൾക്കുണ്ട്. ഇനി അതും ACPയുടെ രഹസ്യ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ലെന്നുണ്ടോ? മരണപ്പെട്ടത് കാർത്തിക. അയ്യോ, എന്റെ മോളോ? രാജേട്ടാ, നമ്മുടെ മോള് അവിടെ നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. അയ്യോ, നമുക്ക് നോക്കാം. നെട്ടൂർ പാലത്തിന് താഴെ കാറിൽ കണ്ട കത്തിക്കരിഞ്ഞ ബോഡി കാർത്തികയുടേതാണോ അല്ലയോ എന്ന് പരിശോധിച്ചു വരിക. എന്തായാലും അത് ചെയ്തവരെ വിഷ്ണു പറഞ്ഞിട്ടാ ചെയ്തതെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇല്ല ചന്ദ്രബോസേ, ഇത് ചതിയാ. എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ചതിയാ. മിസ്റ്റർ ACP, മേഡം, പല രീതിയിലും ഉള്ളിലുള്ള വൈരാഗ്യം കാണിക്കാം. പക്ഷെ ഇതിത്തിരി കടന്ന കൈയായിപ്പോയി. ഈ അറസ്റ്റ് ഇന്ന് നടക്കില്ല. വാറണ്ടുണ്ട് മേഡം, അറസ്റ്റ് ചെയ്തോ. സ്റ്റോപ്പ് ഇറ്റ്. കാർത്തിക അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവളുടെ അച്ഛനും അമ്മയാ ഇപ്പൊ പറഞ്ഞത്. പിന്നെ അവളെ കാറിനകത്തിട്ട് കത്തിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണോ? എങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരണം മേഡം.
കൊണ്ടുവന്ന് കാണിക്കണം. എനിക്ക് അങ്ങനെ കള്ളം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല. ആ പറഞ്ഞത് ന്യായമായി ACP സാറേ. അല്ല, ഞങ്ങൾക്കും ആ കാര്യത്തിൽ ഒരു ബോധ്യം വരണമല്ലോ. വിളിച്ചോണ്ട് വാ, കൊണ്ടുവന്ന് കാണിച്ചു തരണം മാഡം. കാർത്തിക എന്ന പെൺകുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒന്ന് കാണിച്ചു തരണം. ശ്യാമേ, പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ. ശരി മുനീസി. കാർത്തികേ, കാർത്തികേ, ശ്യാം എന്താ വരാൻ താമസിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എവിടെ വേണം? വിളിക്കാൻ പോയ അനിയത്തി കാണുന്നില്ലല്ലോ. ശ്യാമേ, കാർത്തിക എവിടെ? കാർത്തികയെ എവിടെയെങ്കിലും കാണാനില്ല മുനീസി. അയ്യോ, കാണാനില്ലെന്നോ? എങ്ങനെ കാണും? ചാക്കിൽ കെട്ടി കടലിൽ താഴ്ത്താൻ കൊടുത്തുവിട്ട കാർത്തികയെ എളുപ്പ വഴിയിൽ പാലത്തിന്റെ അവിടെ ഇട്ട് കത്തിക്കാൻ നോക്കിയതാണ്. എടാ, നീ ഏൽപ്പിച്ച ഗുണ്ടകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ്. എടാ, ആ പിഴവ ഇപ്പോ നിന്റെ കൈ വിലങ്ങാട്ട് മാറാൻ പോകുന്നത്. ചന്ദ്രബോസെ, വേണ്ടാതിനും പറയരുത്. ഞാൻ കാർത്തിയെ കൊല്ലം ഗുണ്ടകളെ ഏർപ്പാടാക്കിന്നോ? അതേടാ, അതിന്റെ ഉത്തരം സിമ്പിൾ അല്ലേടാ. ശാലിനി വേടോട്ട് ഒന്നിക്കാൻ വേണ്ടി കാർത്തികയെ ഒഴിവാക്കണം. പല രീതിയിൽ നീ പറഞ്ഞു നോക്കി, പല ശ്രമങ്ങളും നടത്തി നോക്കി. വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ അറ്റ കൈ പ്രയോഗം എന്ന നിലയിൽ കൊല്ലാനുള്ള കൊട്ടേഷനും കൊടുത്തു. ഇനി നീ ഒറ്റയ്ക്കാണോ അതോ കൂട്ടുപ്രതികൾ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലേ എനിക്കൊന്ന് പറയിപ്പിക്കാൻ പറ്റും. കൂട്ടുപ്രതികളുണ്ടെന്ന് തന്നെ എന്റെ സംശയം. കാർത്തികയെ ഒഴിവാക്കാനായി ആരൊക്കെ ഓടി നടന്നോ അവരൊക്കെ സംശയത്തിന് നിഴലടാ. ഇനി എന്തെങ്കിലും പറയണ്ടോ? അല്ല സാറേ, കുറെ നേരമായിട്ട് സാർ കൊന്നാ പറയുന്നതേ. എന്റെ മോനാ കൊന്നതെന്നേ നിങ്ങൾക്കൊരു കവലച്ചട്ടമേ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവ് സാറിന് കാണിക്കാൻ പറ്റുമോ? എടാ, ഫോണൊന്നും എടുക്കാൻ. കല്യാണം കൂടാൻ വന്നവർക്ക് മകന്റെ കല്യാണവും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. മകന്റെ ഒരു പെണ്ണിനോടുള്ള പരാക്രമമെങ്കിലും അച്ഛൻ കണ്ടോന്ന് ആശ്വസിക്കട്ടെ. എന്നിട്ട് മറ്റുള്ളവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കണോ? ഈ കത്തിയിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് കാർത്തികയുടെ ആണെന്ന് തെളിയുകയും ഫിംഗർ പ്രിന്റ്
ഈ വിഷ്ണുവിൻ്റെതാണെന്ന് മനസ്സിലാകുകയും ചെയ്താൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറോട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ മേഡം? അതുകൊണ്ട് സഹകരിക്കണം. അറസ്റ്റ് ചെയ്യണോ? യെസ് സർ. സർ, ആരെയും കൊല്ലാൻ എന്റെ മകന് കഴിയില്ല. ഈ പറയുന്നതും കാണിച്ചതും ഒക്കെ കള്ളവാ. ഇത് നിങ്ങൾക്ക് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ. ഇവൻ പറഞ്ഞില്ല അവനൊന്നും ചെയ്തിട്ടില്ലെന്ന്. മോനെ വിഷ്ണു, അമ്മയുടെ പ്രാഗിന് ഇത്രയും ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മകൻ ജയിലിലായി എന്ത്? അമ്മ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേ? എടാ അമ്മയുടെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ഇല്ലേ? ഇത്രയും ക്രൂരയാവരുതമ്മ. മോനെ, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. അമ്മ മക്കളെ സ്നേഹിക്കണം, പക്ഷെ അവരുടെ ജീവിതം തകർത്തുണ്ടാവരുത്. നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. മോനെ, ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മമാരെ പോലെ തരം താഴ്ന്നു പോയി എന്റെ അമ്മ. അതുകൊണ്ട് തന്നെ എനിക്കിനി നിങ്ങളെ കാണണ്ട. എടാ എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാ നിങ്ങള്. വിഷ്ണു, എന്നെ ഇങ്ങനെ തകർത്തത് അമ്മയല്ലേ അമ്മേ? അല്ലേ? കാർത്തിക, അവളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതിന്റെ വിലയായിട്ട് എനിക്ക് കിട്ടിയതായി അറസ്റ്റ്. അമ്മയ്ക്കപ്പൊ ജയിക്കണം. ആ കാർത്തിക അമ്മ അതിനായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആരാ ജയിച്ചേ? ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ കൊലപാതകി. ഇനി രക്ഷിക്കാനെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. തൂക്കുകയറങ്ങി തൂക്കുകയറ്. അമ്മ കനിഞ്ഞു നൽകിയ മരണമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ അനുസരണയോടെ ആ തൂക്കുമരത്തെ അങ്ങ് സ്വീകരിച്ചോളാം. ശാലിനി, മാപ്പ്. സ്വപ്നങ്ങൾ തന്ന് മോഹിപ്പിച്ചേനെ. ഒന്നിച്ചൊരു ജീവിതം കൺമുന്നിൽ കയ്യെത്തു ദൂരത്തെത്തിയിട്ടും നമുക്കതിന് സാധിച്ചില്ലല്ലോ. ഇനിയോട്ട് സാധിക്കൂല. മനസ്സ് തകർന്നാ പോകുന്നേ. അതുകൊണ്ട് തന്നെ ആരോട് യാത്ര ചോദിക്കുന്നില്ല. ഒന്നിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഓടിയില്ലേ? ഒരുപക്ഷെ അടുത്ത ജന്മത്തിലും. വിഷ്ണുട്ടാ, തളരരുത്. ഒരു അറസ്റ്റ് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഇത് ചതിയാ. ഇതിൽ നമ്മൾ ഭയന്നു പോയാ പിന്നെ നമ്മളില്ല. ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്. അവരുടെ പിന്നാലെ ഞാനും ഉണ്ടാവും. ഇതിന്റെ സത്യം എന്താണെന്ന് പുറത്തു വരും വരെ.
അച്ഛാ. ഹലോ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. വലിയ യാത്രയപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ടൂറൊന്നും പോകുമല്ലോ. അവനെ പിടിച്ച് വണ്ടി കയറണോ? ബലപ്രയോഗമൊന്നും വേണ്ട, വരും. ഇങ്ങോട്ട് മാറൂ, പറയോട്ട് വരും. നമ്മുടെ മോൻ